ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അഗ്ലോണിമിനെ കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞാലോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 അഗ്ലോണിമാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ചൈനീസ് എവർഗ്രീൻ അഗ്ലോണിമ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിന് പല പേരുകളാണ് കേട്ടോ പറയണത്. കറക്റ്റായിട്ടൊരു പേര് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഞാൻ ഇങ്ങനെയാണ് പറയണത്, ചൈനീസ് എവർഗ്രീൻ അഗ്ലോണിമ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അഗ്ലോണിമ കേട്ടോ ഈ കാണുന്നത്. ചില അഗ്ലോണിമയൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇല വരാൻ തന്നെ ഒരു മാസം പിടിക്കും. നല്ല റേറ്റ് കൂടിയ അഗ്ലോണിമയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ അധികം റേറ്റ് കുറവാണ്. എന്നാലും ഒരുമാതിരി 10-200 രൂപയൊക്കെ വരും. ഒരു പോട്ടിൽ ഒരുമാതിരി മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റിനൊക്കെ അത്രയും വരും കേട്ടോ. ഇതിനിപ്പോൾ കുറേ ബേബി പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഇതിൻ്റെ കുറേ ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ കുറേ പോട്ടിലാക്കി ഇങ്ങനെ നട്ട് വെച്ചേക്കണേണ്. കാരണം ഇത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതായി കുറേ പ്ലാന്റ്സ് വരെ. അടുത്തത് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ്. ഇത് കോമൺ ആയിട്ടുള്ളൊരു അഗ്ലോണിമയാണ്. ചെറിയൊരു പോട്ടി വെച്ചാൽ പോലും നല്ലതുപോലെ കാട് പോലെ പിടിച്ച് വരും കേട്ടോ. പക്ഷേ നമ്മുടെ ഗാർഡനിൽ നല്ല മനോഹരമായി നല്ല ഭംഗിയായിട്ടുള്ള ലീഫി പ്ലാന്റ് ആയിട്ട് നിൽക്കുകയെ. പിന്നെ ഇതൊക്കെ ഷെയ്ഡഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല വെയിൽ കൊള്ളണ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീഫ് കണ്ടു. ഇതിപ്പോൾ ഇത്തിരി വെയിൽ കൊള്ളണ കാരണമാണ് ഇതിന് ശരിക്കും ആ ഗ്രീൻ ഷെയ്ഡാണ് കൂടുതലായിട്ട് കാണുന്നത്. ആ ഒരു റെഡ് കളർ വരണില്ല. ഇതിപ്പോൾ ഒരു കുഞ്ഞ് പോട്ടി വെച്ചിട്ട് തന്നെ അതിൽ തിങ്ങി നിറഞ്ഞ ബേബി പ്ലാന്റ്സ് വന്നേക്കണേട്ടോ. ഞാൻ ഹാങ് ചെയ്തിട്ടേക്കണേണ്. ഇതിപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞ ഭാഗത്തായത് കാരണം ചെറുതായിട്ട് അതിൽ ആ റെഡ് ഷെയ്ഡ് വരുന്നത് കണ്ടോ. ഇതിപ്പോൾ വേർട്ടിക്കൽ പോട്ടിലാണ് ഞാൻ വെച്ചേക്കണത്. എന്നിട്ട് പോലും അതിൽ തിങ്ങി നിറഞ്ഞുണ്ടായിരിക്കണം. വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഈ പ്ലാന്റ്സിനൊന്നും വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. ഈ അഗ്ലോണിമൊക്കെ കേട്ടോ കെയറിങ് ഉള്ള അഗ്ലോണിമയും ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചീഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ വെയിലത്ത് മാത്രം ഇത് അധികമായിട്ട് വെക്കരുതേ, ഷെയ്ഡഡ് പ്ലാന്റ്സ് ആയത് കാരണം. പിന്നെ ഇതിൻ്റെ ചെറിയൊരു തണ്ട് ഒടിച്ച് നമുക്ക് കുത്തിയാൽ മാത്രം മതി, പെട്ടെന്ന് പിടിച്ച് കിട്ടുവേ. അടുത്തത് സ്നോ വൈറ്റ് അഗ്ലോണിമയാണ്. സ്നോ വൈറ്റ് അഗ്ലോണിമ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ, ശരിക്കും ഒരു മഞ്ഞ് വീഴണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതും ഇതുപോലെ തന്നെയാണ്. ലീഫ് ഇതിപ്പോൾ ചെറിയൊരു പോട്ടിലിരിക്കണ കാരണമാണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വരണില്ല. 2-3 ബേബി പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് മാറ്റി നടാം. പിന്നെ ഇത് വലിയ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയ ലീഫായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ചെറിയ ലീഫായിട്ടാണ് നിൽക്കണേ. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് കളറിലെ ഡോട്ടുകൾ വരത്തില്ല, ശരിക്കും ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കായി പോകും. അത് കാരണം നമ്മൾ ഷെയ്ഡിൽ തന്നെ എപ്പോഴും വെക്കണം. ഇടയ്ക്ക് നമുക്ക് കുറച്ച് വളപ്രയോഗമൊക്കെ കൊടുക്കാം, കൂടി പോകരുത്. വെള്ളം അധികം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും ചീഞ്ഞ് പോകത്തില്ല കേട്ടോ. എവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഗാർഡനിൽ ലിപ്സ്റ്റിക് അഗ്ലോണിമ കുറേ ഉണ്ടാവും കേട്ടോ. കാരണം ഇത് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എനിക്ക് ആ കട്ട് ചെയ്ത് കളയണ ഭാഗം കളയണം എനിക്ക് വിഷമമുള്ള കാര്യമാണ്. ഞാനത് കാരണം ചെറിയ പോട്ടിലാക്കി ഇങ്ങനെ നിറയെ കുത്തി അവിടെ ഇവിടെയൊക്കെ ഹാങ് ചെയ്തിട്ടേക്കും. കാരണം കാണാനൊരു ഭംഗിയല്ലേ. കണ്ടോ, ഇത് ഇവിടെയും ഉണ്ട്. ഇതൊക്കെ ഞാൻ എല്ലാവരും ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കുത്തി വെച്ചേക്കണേണ്. ഇതിപ്പോൾ ടെറസിൻ്റെ വെള്ളേക്കുള്ള സ്റ്റെപ്പിൽ വെച്ചേക്കണേണ്. മഴയത്ത് നിന്നിട്ട് പോലും അത് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ആ പോട്ടിലൊക്കെ നിറച്ച് തിങ്ങി നിറഞ്ഞുണ്ടായേക്കണേണ്. കുറേ ആളുകൾ എന്നോട് ചോദിച്ചു, കുറേ പേർക്കൊക്കെ ഞാനൊരു ബേബി പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെയിലത്തധികം കൊണ്ടു കഴിഞ്ഞാൽ ആ നടുക്ക് വന്ന റെഡ് ലൈൻ കണ്ടോ, അതങ്ങനെ വരത്തില്ല. ശരിക്കും ഒരു ഗ്രീൻ ഷെയ്ഡിൽ നിൽക്കുള്ളൂ. കാണാൻ അത്രയ്ക്ക് ഭംഗി വരത്തില്ല. ഷെയ്ഡിലിരിക്കുമ്പോഴേ നമുക്ക് ആ ഭംഗിയിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തിങ്ങി നിറയുമ്പോഴേക്ക് മാറ്റി ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയതാണ് കേട്ടോ അഗ്ലോണിമ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റത്തില്ല, കാരണം നല്ല റേറ്റ് കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ കാണിച്ച സ്നോ വൈറ്റ് വേറൊരു പോട്ടിൽ ഞാൻ നട്ടതാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടോ കുറച്ച് നല്ല നീളത്തിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞൊരു റെഡ് കൂടുതലുള്ള ലീഫാണ് കേട്ടോ ഇതിന്. ഇതിപ്പോൾ നട്ടിട്ട് ഞാനൊരു തണ്ട് കുത്തിയതാണേ. അപ്പോൾ നല്ലതുപോലെ ഇത് പിടിച്ചിട്ടുണ്ട്. ആ തണ്ടിൽ നിന്ന് വേറെ താഴെ കൂടി ബേബി പ്ലാന്റ്സ് 2 എണ്ണം വന്നിട്ടുണ്ട്. വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റി വേറെ ഇതിലേക്ക് നടാട്ട്. ഇതൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന അഗ്ലോണിമ കേട്ടോ. ആ സമയത്ത് റെഡ് അഗ്ലോണിമ എന്നൊക്കെ പറയുന്നത് നമുക്ക് ലീഫ് തന്നെ അതിൻ്റെ വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്